ദേവുവിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഉള്ളത്. പത്താം ക്ലാസ്സില് 95% മാർക്ക് വാങ്ങുകയാണെങ്കിൽ ദേവുവിന് എന്താന്നറിയാം ഗിഫ്റ്റ് നിങ്ങൾക്ക് ചോദിക്കണതാണ് കിട്ടുക. ഇപ്പൊ ദേവുവിന് എയറോപ്ലെയിൻ ആണ് വേണമെന്ന് പറയുകയാണെങ്കിൽ അത് വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കും. ദൈവം സഹായിച്ചത് അതിനൊന്നുള്ള ദേവ്. ഫ്രണ്ട്സ്, ഞങ്ങള് ദേവുവിന്റെ സ്കൂളിൽ പാരന്റ്സ് മീറ്റിങ്ങിന് പോവാണ് കേട്ടോ. അപ്പം കഴിഞ്ഞ മീറ്റിങ്ങിന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പം അവള് 10ാം ക്ലാസ് ആയിട്ട് ഇപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടാണ് അവളെ മീറ്റിങ്ങിന് പോണത്. അന്ന് അറ്റൻഡ് ചെയ്തായിരുന്നു. അതെ, പോയിട്ട് ജസ്റ്റ് ടീച്ചേഴ്സിനെ കണ്ട് സംസാരിച്ച് പോകുന്നു എന്നല്ലാതെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ല. പിന്നെ പുതിയ പ്രിൻസിപ്പൾ വന്നതിന് ശേഷമുള്ള ഒരു മീറ്റിംഗും അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ 10ാം ക്ലാസ്സുകാരുടെ മാത്രം ഒരു മീറ്റിംഗ് ആണ്. പിന്നെ CBSEന്റെ ബോർഡ് എക്സാമിന്റെ എന്തോ സൈൻ ചെയ്ത് കൊടുക്കാനുണ്ട്. അങ്ങനെ എന്തൊക്കെ ഫോർമാലിറ്റീസ് ഉണ്ട്. ബാക്കി ആർക്കും സ്കൂളില്ല. ദേവുവിനൊക്കെ ഉച്ചവരുണ്ട് അല്ലേ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. 3 പേരുടെ എന്തോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. സ്കൂളിലാണ്. ഞങ്ങൾ ചെന്നിനി മീറ്റിംഗും കഴിഞ്ഞിട്ട് വേണം ഞങ്ങളെ കൂടെ പോരാനല്ലേ? യെസ്. ഞങ്ങൾ ഇറങ്ങി പോകുന്ന വഴിയാണ്. ദേവമോൾ അങ്ങോട്ട് പോയില്ല, അഭിമാമന്റെ വീട്ടിലേക്ക് പോയി. ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ. പക്ഷെ ഇവിടെ ഒന്നും മഴ പെയ്ത ഒരു ലക്ഷണവും കാണാനില്ല. അവിടെ വരും മഴയായിരുന്നു. അവിടെ കണ്ണാണാത്ത മഴയായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന്. ചേട്ടാ റോഡ് കാണില്ല, പിന്നെ എങ്ങനെയാ വണ്ടി ഓടിക്കണ വിചാരിച്ചു. അത്ര മഴയായിരുന്നു. ഇനി അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഇവിടെ പകുതി എത്തി കഴിഞ്ഞപ്പോ മഴ എന്താന്ന് പോലും അറിയില്ല. കാറുണ്ട് ഇങ്ങോട്ട് ഇനി പെയ്യുമായിരിക്കും. പിന്നെ നിങ്ങൾ ഇന്നലെ ഞങ്ങളിട്ട പ്രാങ്ക് വീഡിയോ കണ്ടിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ദേവും അർജുമാമനും കൂടി അച്ഛനോട് അടിപൊളി ഒരു പ്രാങ്ക്. എങ്ങനെ ഉണ്ടായിരുന്നു ആ വീഡിയോ? കണ്ടവരൊന്ന് കമന്റ് ചെയ്യണം. മാത്രല്ല അത് കഴിഞ്ഞിട്ട് അച്ഛനൊന്നൊരു പനി വന്നു, പേടിച്ച് അച്ഛൻ പനിച്ച് അന്ന് രാത്രി പേടിച്ച് വിറച്ച് പൈസ പോയി എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങള് വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു വെക്ക്. കാണണം. പിന്നെ ഞങ്ങക്ക് ഭയങ്കര സങ്കടമായിട്ടോ അത് കണ്ടപ്പോ. അങ്ങനെ നമ്മള് അച്ഛന് പ്രാങ്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് മനസ്സിലായി. ലോല ഹൃദയനാണ്. ഇനി നമ്മളടുത്തത് ദേവുവിനോ ദിയക്കോ ആർക്കെങ്കിലും പ്രാങ്ക് കൊടുക്കാട്ടോ. അപ്പോൾ ഞങ്ങൾ സ്കൂളിലെത്തി. ഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്തു. 2 മണിയാണ് പറഞ്ഞത്. ഓൾറെഡി ലേറ്റാണ്. ഭാഗത്തൊന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയത്തില്ല. നോർമലി അങ്ങനെ പറ്റാറില്ല. പറ്റുകയാണെങ്കിൽ ഷൂട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ദേവുനെയും കുട്ടി പുറത്തിറങ്ങിയിട്ട് കാണാം. ഒന്ന് മോളെ പോയി പുറത്തിറക്കട്ടെ ആദ്യം. അതിൻ്റെ ഹാൻഡിൻ്റെ ലോക്ക് പൊട്ടി. ഫ്രണ്ട്സ്, ഞങ്ങൾ ദേവുവിനെ കണ്ടിരിക്കുന്നു. ദേവുവിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഉള്ളത്. ഇല്ലല്ലേ? അഭിമാൻ ക്ലാസ്സിലെ മീറ്റിംഗ് കഴിഞ്ഞു. ഇനി ഓപ്പൺ സെഷനാണ്. പ്രിൻസിപ്പൾ പുതിയ പ്രിൻസിപ്പളാണ് എത്തുന്നുണ്ട്. എല്ലാ രക്ഷിതാക്കളും എല്ലാ ഡിവിഷനുകളും ഒന്നിച്ചുള്ളതാണ്. ഞങ്ങളതിന് വെയിറ്റ് ചെയ്യുന്നു. ഗൈസ്, പാരന്റ്സ് മീറ്റിംഗ് കഴിഞ്ഞു. ഒന്നും പറയാനില്ല ഗൈസ്. ദേവുവിന് ഇനി അങ്ങോട്ട് പഠിത്തവും ക്ലാസ്സുകളും ഇന്നും കൂടെ ഉണ്ടായിരുന്നുള്ളൂ മോർണിംഗ് ക്ലാസ്. ഇനി മറ്റന്നാ മുതൽ ഈവനിങ് ക്ലാസ് ആണ്. സമയം മാറ്റുമെന്ന് കുറേ പാരന്റ്സ് ചോദിച്ചു, പക്ഷെ പറ്റില്ല എന്നാ പറഞ്ഞത്. പക്ഷെ വേണ്ട, അതന്നെ നിങ്ങൾ പഠിച്ചോ. 6:15 വരെ. ഇനി അങ്ങോട്ട് 3 മാസം ഫുൾ പഠിത്തം തന്നെയായിരിക്കും എല്ലാ കുട്ടികൾക്കും. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും. അപ്പോൾ അപ്പം വരുന്നുണ്ട്. അപ്പം എന്താ എല്ലാത്തിനും മാർക്ക് കുറവാണ്. എല്ലാത്തിനും 2 സബ്ജക്റ്റിന് മാത്രമേ കൂടുതലുള്ളൂ. 2 സബ്ജക്റ്റിന് മാത്രമേ കൂടുതലുള്ളൂ മാർക്ക്. കുറവ് എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ PT1 എന്തായിരുന്നു മാർക്ക്? അതിലങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊന്നുമില്ല.
മാത്സിന് അതാണ്, മാത്സിന് സെയിം മാർക്ക്. ഇനി അങ്ങോട്ട് അവർക്ക് എക്സാമോടെ എക്സാം ആണ് കേട്ടോ. ഇനി മോഡൽ 1 വരാൻ പോകണം അടുത്ത മാസം. ഇനി മൺഡേ മുതൽ ഈവനിങ് ക്ലാസ് തുടങ്ങുകയാണ്. ഈ മൺഡേ മുതൽ എല്ലാ ദിവസവും ഈവനിങ് ക്ലാസ്, 6:15 വരെ ഈവനിങ് ക്ലാസ് ആണ് ഗൈസ്. പിന്നെ ഈ മാസം ലാസ്റ്റ് ആയിട്ട്, അതായത് ഒക്ടോബർ 30 എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ആക്കും. എല്ലാ സബ്ജക്റ്റിന്റെ എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഇനി മുതൽ നവംബർ 1 മുതൽ റിവിഷൻ ആണ്. കാര്യമാണ് കേട്ടോ പറയണത്. സ്റ്റഡി ലീവ് ഉള്ള ടൈമില് സ്കൂളിൽ പോയി പഠിക്കണം എന്നാണ് പറയുന്നത്. എനിക്കുണ്ടല്ലോ, എനിക്കൊന്നും കൂടെ സ്കൂളിൽ പോയി പഠിക്കുമ്പോഴേ തലേ കയറണത്. അത് ഞാൻ സ്കൂളിൽ നിന്ന് മിക്ക ടൈമിലും ഞാൻ ഫ്രീ പീരീഡ് കിട്ടുമ്പോ ഞാൻ പഠിക്കലുണ്ട് സ്കൂളിൽ. നല്ല കാര്യമാണ്, കാരണം സ്കൂളിൽ പോയിട്ട് പഠിക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കുക. ടീച്ചർമാർ, സ്റ്റാഫ് റൂം ടീച്ചേഴ്സ് പറഞ്ഞതാണ് കേട്ടത്. സ്കൂളിൽ വന്ന് പഠിപ്പിച്ചാൽ മതി, സ്കൂളിലിരുത്തി പഠിപ്പിച്ചാൽ മതി. അവരെ ഞങ്ങൾ നോക്കിക്കൊണ്ട് അവർ പഠിക്കലുണ്ടോ ഇല്ലേന്ന്. കൂടുതൽ കുട്ടികൾ പറയുന്നുണ്ടല്ലോ നോട്ട് കംപ്ലീറ്റ് അല്ല അവരുടെ. ചില പാരന്റ്സ് പറയുന്നുണ്ട് അവര് നോട്ടൊന്നും എന്റെ നോട്ട് കംപ്ലീറ്റ് ആണോ? ഞാൻ വിചാരിക്കും ചെയ്തു. ദേവുന്റെ നോട്ട് എല്ലാം ക്ലിയർ ആണ്, കംപ്ലീറ്റ് ആണ്. പിന്നെ എങ്ങനെയാണ് പിന്നെ ഇവരുടെ കുറച്ച് ആൾക്കാർക്ക് മാത്രം കംപ്ലീറ്റ് അല്ലാണ്ടാവണേന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അവരാണെങ്കിൽ സ്ഥിരമായിട്ട് സ്കൂളിൽ പോണ കുട്ടികളുമാണ്. പിന്നെ എന്താന്ന് അറിയില്ല. ദേവുന്റെ എല്ലാം കംപ്ലീറ്റ് ആണ്, നോട്ടൊക്കെ കംപ്ലീറ്റ് ആണ്, നല്ല നീറ്റ് ആയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. നീറ്റ്നെസ് മാത്രമേ ഉള്ളൂ. നോട്ടിന് മാർക്ക് കിട്ടിയാൽ കിട്ടി, നോട്ടിന് മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ലാസ്റ്റ്. നോട്ടിന്റെ പിന്നെ ഇന്റേണൽ മാർക്ക് മാത്രമേ ഉണ്ടാവും. ദേവു 10ാം ക്ലാസ്സില് 95% മാർക്ക് വാങ്ങുകയാണെങ്കിൽ ദേവുവിന് എന്താന്നറിയ ഗിഫ്റ്റ് നിങ്ങൾക്ക് ചോദിക്കണതാണ് കിട്ടും. അത്രേ ഉള്ളൂ. ചോദിക്കുന്നത് ദേവു എന്ത് ചോദിച്ചാലും കിട്ടും. എന്ത് ചോദിച്ചാലും അത് കിട്ടും. ഇനിയിപ്പൊ ദേവുവിന് എയറോപ്ലെയിൻ ആണ് വേണമെന്ന് പറയുകയാണെങ്കിൽ അത് വേണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. ദൈവം സഹായിച്ചത് അതിനൊന്നുള്ള ദേവ് എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പക്ഷെ എന്നാലും ദേവ് എന്ത് പറഞ്ഞാലും ദേവിനെ അറിയാം ഞങ്ങളെ അതല്ല ഞാൻ പറഞ്ഞത്. ദേവുവിന് ഇനി എന്താണ് ദേവുവിന് ഉണ്ടാവുമല്ലോ ഇന്നത് ആഗ്രഹമുള്ള ഒരു സംഭവം ഉണ്ടാവുമല്ലോ. അത് എന്തായാലും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ അവള് പറയുള്ളൂ. പക്ഷെ അത് ഞങ്ങൾ സാധിപ്പിച്ചു കൊടുക്കും. 95% കിട്ടിയിട്ട് 90 above ആണെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ടാവില്ല. അല്ല, ചോദിക്കുന്നതില് ലിമിറ്റ് വെക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് തരുന്നതില് ലിമിറ്റ് വെച്ചാൽ മതിയല്ലോ. എന്നാലും നമുക്ക് അഭിപ്രായം പറയാം, അത് വേണോ വേണ്ടേ എന്നുള്ള അഭിപ്രായം ഞങ്ങൾ പറയും. 95 ആണെങ്കിൽ ഞങ്ങൾ അഭിപ്രായം ഒന്നും പറയില്ല, നേരെ പറയുന്ന വാങ്ങിച്ചു കൊടുക്കും. അത്ര തന്നെ. ഇതുവരെ ദേവുവിന് മോർണിംഗ് ക്ലാസ് ആയിരുന്നു കേട്ടോ. 7:30 പോണായിരുന്നു. 8:15 മോർണിംഗ് ക്ലാസ് അവിടെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് 7:30 ആവുമ്പോ പോണം. 7:30 ബസ്സിന് പോണായിരുന്നു. അപ്പൊ ഇനി മുതലും ഈവനിങ് ക്ലാസ് ആണ്. ഇനി അങ്ങോട്ട് എന്നും ക്ലാസ് ഉണ്ടാവും. എല്ലാ ദിവസവും പിന്നെ ക്ലാസ്സുകൾ ഉണ്ടാവും. പക്ഷെ എനിക്ക് ഈവനിങ് ആവുന്ന ടൈമിലേ ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുപോണില്ലല്ലോ. ഈവനിങ് ഞാൻ ചായകടി തിന്നൂല. വിശന്നിരിക്കണ്ടാവും. വിശന്നിരിക്കരുത്, അവിടെ സ്നാക്സ് ഉണ്ടാവും. സ്നാക്സ് ഉണ്ടാവും, പക്ഷെ ഞാൻ അങ്ങനത്തെ തിന്നൂലല്ലോ. വിശക്കുമ്പോ തന്നെ തിന്നോളും. അതാണ് ഞങ്ങൾക്ക് 9ാം ക്ലാസ്സിന്റെ ആനുവൽ എക്സാമിന്റെ ഒക്കെ ഒരു ടൈമില് പഴംപൊരിന്റെ ഒക്കെ മണം അങ്ങനെ വരുന്നങ്ങനെ കാണാം. നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ? ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കും +2നും അങ്ങനെ അവര് പഴംപൊരിയും ചായ ഒക്കെ തന്ന് ഇവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവര് പഠിച്ച് മാർക്ക് എന്താ പറയാ സ്കൂളിനൊരു അഭിമാനമായ, അതായത് സ്കൂളിന് അഭിമാനം. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ അഥവാ ഇനി 90 above കിട്ടി കഴിഞ്ഞിട്ട് ട്രോഫി വാങ്ങുമല്ലോ, അത് ഞാനൊരു സ്റ്റേജിൽ കയറൂല. ഞാൻ അമ്മേനെ കേറ്റുള്ളൂ. അതെന്താ? എനിക്ക് മടിയാണ്. എന്റെ ദൈവമേ, എനിക്ക് അതിനൊരു ഇട വരുത്തണേ. അല്ലാതെ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു, അഥവാ 90 above കിട്ടിയാൽ തന്നെ ഞാൻ ട്രോഫി വാങ്ങാൻ സ്റ്റേജിൽ കയറൂല. കാരണം എനിക്ക് പേടിയാണ്, സ്റ്റേജ് ഫിയർ നല്ലോണം. ഇനി അവൾക്ക് 90 above കിട്ടിയിട്ടില്ലെങ്കിൽ അവള് പറയും എനിക്ക് സ്റ്റേജിൽ കയറാൻ മടിയായതുകൊണ്ട് ഞാനത് വാങ്ങിക്കാഞ്ഞത്. ആ മാർക്ക് ഞാൻ വാങ്ങിക്കാഞ്ഞത് അതുകൊണ്ടാണ്. അത് ഞാൻ പറഞ്ഞേക്കാം, നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ പൊക്കോളാം, പക്ഷെ അത് മാർക്ക് വാങ്ങണം. ഞാൻ ജ്യൂസ് കുടിക്കാൻ വന്നതാണ്. എനിക്ക് ജ്യൂസ് ഇവിടെയാണല്ലോ അല്ലേ പൊറാട്ടയും മറ്റേ ഇതും കിട്ട
ചില്ലി ചിക്കൻ കറി. അപ്പൊ അത് മതി ഫ്രണ്ട്സ്. ഞാൻ നൂൽ പൊറോട്ടയും ചില്ലി ചിക്കൻ കറിയാണ് ഓർഡർ ചെയ്തത്. ഇവിടത്തേല് അതാണ് ചില്ലി ചിക്കൻ. അതൊരു ദിവസം ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ പൊറോട്ടയും ചില്ലി ചിക്കൻ ഉണ്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, ഇത് എവിടെ നിന്നാണ് വാങ്ങിയത് കാരണം. അപ്പോൾ ഒരു ഇവിടെ നിന്നാണ് വാങ്ങിയത് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്ന് കഴിച്ചു, അതിന് ശേഷം ഇവിടെ വന്ന് കഴിച്ചു. അപ്പോഴും ഇഷ്ടമായി. ഞാൻ അതിനെ ഓർഡർ ചെയ്തു. ഞാൻ ഇവിടെ ഇറങ്ങിയപ്പോഴാണ് അത് ഓർത്തത് പൊറോട്ടേൻ്റെ കാര്യം. ആക്ച്വലി ഞാൻ പൊറോട്ട അങ്ങനെ കഴിക്കുന്ന ആളാണ്. മീൻസ് കഴിക്കും, പക്ഷേ ഓരോ സ്ഥലത്ത് പൊറോട്ട കഴിക്കാനായിട്ട് അങ്ങനെ പോകുന്നില്ല. അഥവാ അവരെങ്ങാനും നല്ല മനസ്സ് തോന്നിയിട്ട് 2 പൊറോട്ടയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അവർ 2 പൊറോട്ട മറന്ന് 3 അങ്ങനെ ഇടുകയാണെങ്കിൽ ഒരെണ്ണം എനിക്ക് എടുക്കാം. 3 മൈ ഗോഡ്. ഇതാണോ 100 പൊറോട്ട വരെ? ഞാനത് മുപ്പരോട് ചോദിക്കാൻ പറഞ്ഞു, നൂലാണോ ചോദിക്കാൻ. ഫ്രണ്ട്സ്, അപ്പം പാരൻസ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തിയപ്പം സമയമായി 6 മണിയായി. പഠിക്കാനായിട്ടുള്ള സമയമായി. അപ്പം ഞാനിനി പോയി ഫ്രഷ് ആവട്ടെ. ദിയമോള് അതിമോൻ്റെ അവിടെയാണ്. ഇവിടെ കാണാത്തപ്പോൾ എനിക്ക് തോന്നി അവിടെ ആയിരിക്കുമെന്ന്. അപ്പം എല്ലാവർക്കും ആർക്കും പിന്നെ മാർക്ക് അറിയില്ലല്ലോ, നന്നായി. അപ്പം ഇവിടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും എന്തായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.